ഗൈസ്, ഇന്ന് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സ്റ്റോക്കാണ്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ഞാനൊരു വീക്കിലി ടൈം ഫ്രെയിം വെറുതെ നോക്കാം. നമുക്ക് നല്ല ഒരു ബുള്ളിഷാണ്. നല്ല ഒരു 2023 ശേഷം സ്റ്റോക്ക് നല്ല ബുള്ളിഷാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോവാം. അതിനുശേഷം ഈ ഒരു ലെവൽ കണ്ടോ? ഈ ഒരു ലെവലിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതുവരെ എങ്ങനെ വന്നിരുന്ന സ്റ്റോക്ക് ഹയർ ഹൈ ലോവർ ലോ, ഹയർ ഹൈ ലോവർ ലോ, ഹയർ ഹൈ ലോവർ ലോ, ഹയർ ഹൈ ലോവർ ലോ. പക്ഷേ ഈ ഒരു ലോവർ ലോൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ കണ്ടോ? ഹയർ ഹൈ ലോവർ ലോ ഈക്വൽ ഹൈ, പിന്നെ ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. ഒരു ഇമ്പൾസീവായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഏരിയ നമുക്കൊന്ന് വാച്ച് ഔട്ട് ചെയ്യാം. ഈ ഒരു ഏരിയ വാച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് നോക്കി? ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലേക്ക് പ്രൈസ് വരാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 2-3 കാര്യങ്ങൾ നോക്കണം. ഇവിടെ നിന്ന് ഗ്രാബ് ചെയ്തതിന് ശേഷം പ്രൈസ് എങ്ങനെയാണ് പോയത്? ഇങ്ങനെ മെല്ലെയാണോ പോയത്, അതോ പെട്ടെന്നാണോ പോയത്? അതാണ് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്തു സംഭവിച്ചു? പ്രൈസ് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ആലോചിച്ച് നോക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ, ഹയർ ഹൈ. അതിനുശേഷം മാർക്കറ്റ് എല്ലാ പ്രോഫിറ്റ് ബുക്കിങ്ങും പല കാരണം കൊണ്ടും മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്ത് വീണ്ടും ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ബൈയിങ്ങിന്. അപ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു റീജിയനായിട്ടായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കാണുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ലോങ് ടേമിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത നല്ലൊരു കമ്പനി തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൊച്ചിൻ ഷിപ്പ്യാർഡ് വാച്ച് ചെയ്യുക. ഓക്കെ.